ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മളിത് സേമിയം വെച്ചിട്ടാണ് ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. സേമിയം ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ സേമിയം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ എന്താ, നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും. നമുക്ക് രാവിലെ ചായയുടെ കടിയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും കൂടി പറ്റിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ സേമിയ വലിയ സേമിയ ആയിരിക്കുമല്ലോ, അതാണ് കയ്യിൽ നിച്ചെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കട്ടെ. പൊടിക്കാൻ മീൻസ് ഒരുപാട് പൊടിച്ചെടുക്കരുത്, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് എടുത്താൽ മതി. അത് ആ കവറിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ആണല്ലോ, അപ്പോൾ അതാ ചിക്കൻ ഒരു ഇത്തിരി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങോട്ട് മൊരിയിപ്പിച്ചെടുക്കരുത് ചിക്കൻ കേട്ടോ. അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ടാണ് മസാല പുരട്ടിയിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അത് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് എടുത്തിട്ടുണ്ട്, ലേശം ഓയിലും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 2 സവോള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, അതുപോലെ തന്നെ ഇത്തിരി ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ ആദ്യം ഞാൻ സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആ ചിക്കൻ വറുത്തതിൽ എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണ നിർബന്ധമായിട്ട് എടുക്കുക. അതുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒത്തിരി കളറ് മാറ്റിയെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതുപോലെ വഴന്ന് വന്ന ശേഷം 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതാണ് തക്കാളിയൊക്കെ കേട്ടോ, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുതാണെങ്കിൽ ഒരു തക്കാളിയൊക്കെ മതിയാകും കേട്ടോ, സവോളയും. അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സേമിയം അത്രയും 1 കപ്പോളം എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂട്ടിയിട്ട് തന്നെ മസാല എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് എടുത്തിട്ടുള്ളൂവെങ്കിൽ ഈ ഒരു മസാലയൊക്കെ ഒന്ന് കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. മസാല ഒത്തിരി ആയി പോവരുത് കേട്ടോ. നമ്മളെടുത്ത ഈ ഒരു മസാല 1 കപ്പ് സേമിയത്തേക്ക് കറക്റ്റാ. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ആ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചുടുവെള്ളം പച്ചവെള്ളം ഏത് വെള്ളമായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മസാലയും ഈ ഒരു ചിക്കനും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കണം. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഇടണ്ട. അപ്പോൾ അതൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഉണ്ടാവും, ഈ ഒരു മസാലയിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് ചിക്കനും മസാലയും കൂടി നല്ല സെറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ ചിക്കൻ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സേമിയ ബിരിയാണി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ പോട്ട് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ടുള്ളത്. ചെറുതുണ്ടെങ്കിൽ അത് വെച്ചാൽ മതി. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇത്തിരി ഓയിലുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഗ്രാമ്പ് 2-3 ഗ്രാമ്പ് ഇട്ടുണ്ട്, 2 ഏലക്ക, അതുപോലെ 2 കഷ്ണം പട്ട ഇത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കുഞ്ഞു കഷ്ണം സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് സേമിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 കപ്പ് സേമിയക്ക് 1/4 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കറക്റ്റ് അളവാണ് ഇപ്പം ഞാൻ ഈ പറയുന്നത്. അപ്പോൾ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ.
അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഒരു നാരങ്ങേൻ്റെ പകുതി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഈ ലെമൺ ജ്യൂസ് ഒഴിക്കണമെന്നും അതൊന്നും ഒഴിവാക്കി പോകരുത്, അത് വേണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാനിതാ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വീണ്ടും വീണ്ടും ചേർക്കണം കേട്ടോ. കാരണം ഉപ്പ് തീരെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബിരിയാണി നന്നാവൂല. അപ്പോൾ ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഒരു ഇത്തിരി ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലെമൺ ജ്യൂസും എല്ലാം ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കിതിൽ ലേശം ഉപ്പിൻ്റെ കുറവ് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് 2-3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെ തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാതെ ഫുള്ള് വറ്റുന്ന വരെ വെച്ചിരിക്കരുത്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവും ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്കിത് വെള്ളം കൂടുതലുണ്ടോ അല്ലെങ്കിൽ വേവ് കൂടിയോ എന്നൊക്കെ തോന്നും. ഒരു ടെൻഷനും വേണ്ട. ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും കുഴഞ്ഞു പോവുക ഇത് വെന്ത് ഉടയുക ഒന്നും ചെയ്യൂല കേട്ടോ. ഇപ്പം നമുക്കിതാ നമ്മുടെ ഈ ഒരു ബിരിയാണി നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റി കണ്ടോ. ഇതിലെ വെള്ളത്തിൻ്റെ അംശം എല്ലാം നല്ല വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗമായി വന്ന ശേഷം നമുക്ക് നമ്മുടെ മസാല ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളം നനവ് ഉണ്ടെന്നെങ്കിൽ അത് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ വെള്ളം നനവെല്ലാം മാറ്റിയതിന് ശേഷം മാത്രമേ ഈ മസാല ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി നമ്മൾ അധികം കുക്ക് ചെയ്തെടുക്കില്ല. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ ഗ്യാസ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് കാഷ്യൂസും മുന്തിരിയൊക്കെ വേണമെങ്കിൽ അതും കൂടെ വറുത്തിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മല്ലിയിലയും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ അങ്ങനെ കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കേട്ടോ. ഇപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം ഞാനിതാ തുറന്ന് നമുക്ക് ആ ഒരു മസാലയും നമ്മുടെ ഈ സേമിയയും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അത് സാവധാനം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു മസാല നമ്മുടെ ഈ ഒരു സേമിയത്തിൽ നന്നായിട്ട് പിടിച്ച് ബിരിയാണി സെറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, ഇതുപോലെ വളരെ സാവധാനമാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഇനിയൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഒരു 10-15 മിനിറ്റ് കഴിയട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സേമിയ അങ്ങനെ ഒട്ടും ഒട്ടി പിടിക്കാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മുടെ സേമിയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു സേമിയ ബിരിയാണി കണ്ടല്ലോ. മല്ലിയില ഇഷ്ടമാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ മല്ലിയില ഇതിൽ തൂവി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ മസാലപ്പൊടികൾ നമ്മൾ ചേർത്തല്ല, അത് ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിത് ഓഫ് ചെയ്ത് അപ്പം തന്നെ ഇത് വിളമ്പി എടുക്കരുത് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആണ് ഇരുന്നോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിലുള്ള ഒരു കുഴഞ്ഞ ഒരു രീതി ഉണ്ടാവുമല്ലോ, അപ്പോൾ വെള്ളം ഉള്ള പോലെ ഉണ്ടാവുമല്ലോ, അതെല്ലാം മാറി കിട്ടും. കണ്ടല്ലോ, നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബിരിയാണിയുടെ. അതുപോലെ നമുക്ക് ലഞ്ച് ബോക്സിന് പറ്റിയിട്ടുള്ള റെസിപ്പിയും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ വെച്ചിട്ടുള്ള ചിക്കൻ ബിരിയാണി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ. സേമിയല്ലേ, എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കണ്ട, ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഒന്ന് കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. കണ്ട, നമ്മൾക്കത് ഒട്ടും ഒട്ടി പിടിക്കുക ഒന്നും ഇതുപോലെ കട്ട പോലെ പിടിക്കുക ഒന്നുമില്ല. കണ്ട, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ചിക്കൻ പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒത്തിരി മൊരിപ്പിച്ചെടുക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ
ഫ്രൈ ചെയ്തെടുക്കുക. കണ്ട ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു പീസ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.